നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ്. ആ യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എൻ്റെ വീട് നിലമ്പൂരിലാണ്. നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുംപാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഫാമിലിയായിട്ട് മൈസൂർ വരെ യാത്ര ചെയ്തു. മൈസൂരിൽ നിന്ന് തിരിച്ചു ഊട്ടി വഴി നാട്ടിലേക്കുള്ളൊരു യാത്ര. ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം യാത്ര തുടങ്ങി നമ്മൾ ഗൂഡല്ലൂർ ഭാഗത്തേക്ക് എത്താറായി. ആ ഒരു എത്താറാകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മലമുകളിലെ ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇപ്പൊ നമ്മളെ ട്രിപ്പ് എങ്ങോട്ടാണ്? എന്താണ്? മൈസൂർ മസനഗുഡി വഴി ഊട്ടി. മസനഗുഡി വഴി ഊട്ടിയില്ലേ? അപ്പൊ എങ്ങനെയുണ്ട്? നമുക്ക് എത്ര സമയം കൊണ്ട് നമ്മളെത്തും? നമ്മളെ ടിപ്പർ ഓടിക്കണ വേഗതയിൽ നമ്മളെത്തും. ഇപ്പൊ മൈസൂർ എത്തി. ഇതിപ്പോ ഛർദിച്ച് പോകണ്ടേ? ടൈം എടുക്കും അല്ലേ? എന്താണ് മൈസൂരിന്റെ പ്രത്യേകത? അളിയൻ ഒരുപാട് ഈ വഴിക്കൊക്കെ യാത്ര ചെയ്തുകൊണ്ട് അളിയൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അളിയനെ ഒരു മൈസൂരിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ട് എങ്ങനെ ഇരുന്നു. ഫാമിലിയായിട്ട് പോണത് ഭയങ്കര വൈബാട്ടോ. പ്രത്യേകിച്ച് അളിയനും എൻ്റെ അനിയനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല അളിയനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ല കോമഡിയൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളി ട്രിപ്പായിരുന്നുണ്ടോ. നന്നായി എൻജോയ് ചെയ്തു. നമുക്ക് ഇങ്ങനെ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ്. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ പുറത്തിലെ ക്ലൈമറ്റും കാണുമ്പോൾ നല്ലൊരു ഹാപ്പി ഫീലിംഗ് ആട്ടോ. ഈ ഒരു ചെറിയ ഈ കോടയൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യാൻ നല്ല ഫീലാണ്. ഈ ഒരു സമയത്ത് എല്ലാവരും വരണം. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ജനുവരി മാസത്തിലാണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യണത് മാർച്ചിലാണ്. കുറച്ച് വൈകിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ തണുപ്പുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതെല്ലാം അന്വേഷിച്ചിട്ട് പോവുക. പക്ഷേ തണുപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ട്രിപ്പ് ഒരിക്കലും നഷ്ടമാവില്ല. അങ്ങനെ നമ്മുടെ മൈസൂർ എത്തിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോയത് നമ്മുടെ മൃഗശാലയാണ്. മൃഗശാല അത്യാവശ്യം വലിയൊരു മൃഗശാലയാണ് കേട്ടോ. ഇത് ഫുള്ള് നടന്ന് തന്നെ കാണാൻ ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും മൈസൂർ വരുന്ന ആൾക്കാർ ഒരിക്കലും ആക്കരുത് ഈ മൃഗശാല കാണാൻ. ഒരുപാട് മൃഗങ്ങളുണ്ട്. ഞാനിപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ജിറാഫിനെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം അവർക്ക് നടന്നു പോകാനുള്ള ഏരിയ കംപ്ലീറ്റ് ഉണ്ട്. ഇപ്പോൾ ജിറാഫാണ് ഇപ്പോൾ ഈ കാണുന്നത്. ജിറാഫ് മാത്രമല്ല, എല്ലാ മൃഗങ്ങളും ഉണ്ട്. എനിക്കത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഫോണ് ലോ ബാറ്ററി ആയി. പിന്നെ വണ്ടിയിൽ നിന്ന് ഫോണൊക്കെ ചാർജ് ചെയ്ത് പിന്നെ ചെറുതായിട്ട് മയങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ മൈസൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടിയുണ്ട്, മൈസൂർ പാലസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ഇതിൻ്റെ നിർമ്മിതികളുടെ ആ ഒരു രൂപവും അത്രയും വർഷങ്ങൾക്ക് മുൻപ് ഇത്രയധികം കൊത്തുപണികളൊക്കെ വെച്ചിട്ട് ഈ നിർമ്മിതി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഷോക്കായിപ്പോയി. നമ്മുടെ ഈ ഒരു സമയത്ത് പോലും ഇങ്ങനൊരു നിർമ്മിതി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എത്ര സമയമെടുക്കും, എത്ര അധികം ആൾക്കാർ ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. ഇത്രയും സാങ്കേതിക വിദ്യയുള്ള സമയത്ത് പോലും ഇത്രയും ടൈം എടുക്കും. അപ്പോൾ അന്നത്തെ ഒരു കാലത്ത് ഇതിൻ്റെ നിർമ്മിതികൾക്ക് വേണ്ടിയിട്ട് അന്നത്തെ രാജാക്കന്മാരും അതുപോലെ തന്നെ പണിക്കാരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കേണ്ടത്. അവരൊക്കെ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു ഷോക്കായിപ്പോയി. ഞാൻ ആദ്യം തന്നെ എനിക്കൊരു മടിയായി, എന്താ മൈസൂർ പാലസിൽ ഇത്ര കാണാനുള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു ചിന്താഗതിയോട് കൂടി കാണുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര ഷോക്കാവും, നന്നായി എൻജോയ് ചെയ്യാനും പറ്റും. ഇതൊരു നടുമുറ്റം പോലെ തോന്നുന്നുണ്ട് അത് കണ്ടിട്ട്. ഇതിൻ്റെ ഒരു ലോകം തന്നെയുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട് മൈസൂർ പാലസ് എന്ന് പറയുന്നത്. ഞാൻ കൊത്തുപണിയാണ് നിങ്ങളെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. ഈ പുതിയ ആർക്കിടെക്ചറൊക്കെ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇപ്പോഴും ഈ പഴയ രീതിയിലുള്ള ഡിസൈനെല്ലാം പുതിയ വീടുകളിലൊക്കെ കാണാറുണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇത് വന്ന് കാണുമ്പോൾ അവർക്കെല്ലാം നല്ല യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും നല്ലൊരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്.
നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ്. ആ യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വലിയ വലിയ മലകളും കുന്നുകളും പാറകളും. പാറല്ലേ? അങ്ങനെ ഞങ്ങൾ മൈസൂരെല്ലാം നന്നായി ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് ഊട്ടിയിലേക്കാണ്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. നമ്മളെ അസ്ലം OMRൻ്റെ ആ ഒരു കമൻ്റ് ഇടലും മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും അത് തന്നെയാണ്, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു യാത്ര. രണ്ട് സൈഡും കാടാലും മൂടി ചുറ്റപ്പെട്ട ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ കാണാൻ, പക്ഷെ ഞങ്ങൾക്കൊന്നും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇത് വിവരിക്കുന്നത് ഊട്ടിയെല്ലാം കണ്ടതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, ശരിക്കും നമ്മൾ ഊട്ടിയിൽ കാണുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള കാഴ്ചകൾ ഊട്ടിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു ഈ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര. കാലാവസ്ഥയും വൈബും നമ്മളെ റോഡിനോട് ചാരി നിൽക്കുന്ന മരങ്ങളും പച്ചപ്പും ചില മാൻപേടകളൊക്കെ നമുക്ക് കണ്ടു, മയിലുകൾ, എല്ലാം കൊണ്ടും നല്ലൊരു യാത്രയാണ് ഈ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര. ശരിക്കും അസ്ലം OMRൻ്റെ വരികൾ, ആ വരികൾക്ക് ജീവൻ വെക്കുന്നത് പോലെ തോന്നും നമ്മൾ ഡയറക്റ്റായിട്ട് ഇത് കാണുമ്പോൾ. അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. തണുപ്പ് നന്നായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോടയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അധികം സന്തോഷമായി. കാരണം നമ്മളെ നാട്ടിൽ ശരിക്കും എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യാത്ത ഒരു കാര്യമാണല്ലോ ഈ കോട മൂടിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ. അതുകൊണ്ട് അവർക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. അവർ പറയുന്നത് ജാക്കറ്റ് വേണം എന്നൊക്കെ പറയുന്നത്. 1-2 ജാക്കറ്റ് ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഊട്ടിയിലൊക്കെ നല്ല ജാക്കറ്റ് കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കണമെന്ന് വിചാരിച്ച് അവർക്ക് സമാധാനിപ്പിച്ചിട്ട് ഞങ്ങൾ ഊട്ടീൻ്റെ കാഴ്ചകളാണ് ഇനി നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഊട്ടിയിലെത്തി. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. ശരിക്ക് ഇങ്ങനത്തെ ട്രിപ്പ് ഒരിക്കലും നമ്മൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ എന്തായാലും പോകണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.